കേവലം ഒരു തമാശ. ശബരിനാഥൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് കൊടുത്ത 8ന്റെ പണി അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സ്വന്തം ഭാര്യയും IAS ഉദ്യോഗസ്ഥയുമായിട്ടുള്ള ദിവ്യ എസ് അയ്യർ ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസംഗമാണ് ശബരിനാഥനെതിരെ ട്രോളുകൾ ഉണ്ടാകാനായിട്ടുള്ള അവസരമുണ്ടായിരിക്കുന്നത്. ഇരുവരും ഒരേ ദിവസം വീട്ടിലുണ്ടാകുന്ന അപൂർവ ദിവസങ്ങളിൽ ഒരിക്കൽ ഒരു ചായ ദിവ്യ എസ് അയ്യർ കൊണ്ട് കൊടുത്ത സംഭവവും അതിന് ശബരിനാഥൻ പറഞ്ഞ ഒരു തമാശയുമാണ് ഇപ്പോ പൊതുവേദിയിൽ ഒരു ഉദാഹരണം നിരത്തി ദിവ്യ എസ് അയ്യർ വെളിപ്പെടുത്തിയപ്പോൾ അത് ശബരിനാഥൻ എന്ന ഫ്യൂഡൽ ഭർത്താവിനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വൈകുന്നേരം സാധാരണഗതിയിൽ ഞാനും എൻ്റെ ഭർത്താവും ഒരേ സമയത്ത് വീട്ടിൽ കയറുക വളരെ വിരളമാണ്. രണ്ടുപേരും രണ്ട് നേരത്തായിരിക്കും പൊതുവെ വരിക. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് വീട്ടിലേക്ക് ചെന്നെത്തിയാൽ അപ്പോൾ ചായ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ഞായറാഴ്ച എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ചായ എടുത്ത് കയ്യിൽ കൊടുത്തു. കപ്പിലൊഴിച്ചിട്ട് ചായ എടുത്ത് കയ്യിൽ കൊടുത്തു. അപ്പോൾ ഒരു കൗതുകത്തിനായി വളരെ ലാഘവത്തോടെ വീട്ടിൽ കുഞ്ഞിനെ നോക്കാനായിട്ടൊരു ചേച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ പെട്ടെന്ന് ശബരി ഇങ്ങനെ പറഞ്ഞു, രശ്മി ഇങ്ങോട്ട് വന്നേ, ഇതൊന്ന് കണ്ടേ എന്ന് പറഞ്ഞു. ഞാനോർത്ത് എന്താ ഇവിടെ കാണാനുള്ളത്? അല്ല, ഈ കാഴ്ച വർഷത്തിലൊരിക്കലും എങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ കണ്ടോണമെന്ന് പറഞ്ഞു. ഞാൻ ചായ എടുത്ത് കൊടുക്കുന്നു എന്നുള്ളത്. ഞങ്ങളെല്ലാവരും ആ സമയത്ത് പൊട്ടിച്ചിരിച്ചു. സാധാരണഗതിയിൽ അധികം അടുക്കളയുമായിട്ട് ദൈനംദിന ബന്ധം പുലർത്തുന്ന വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ അത് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിമാനമൊന്നുമില്ല. ആവശ്യം വന്നാൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അത് എൻ്റെ ദൗത്യമാണ് എന്ന് ഞാൻ ഇന്നും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാലം ഒരു ദിവസം പോലും എന്നോട് നീ എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 7 വർഷങ്ങളായി. ഇതുവരെയും അങ്ങനെ യാതൊരു ആവശ്യങ്ങളോ യാതൊരു പ്രതീക്ഷകളോ ഇല്ലാത്ത ഒരു ഭർത്താവാണ്. അങ്ങനെ ഇരുന്നിട്ട് പോലും ഇത്രയും പുരോഗമനവാദിയായി നിൽക്കുന്ന ആൾ പോലും അങ്ങനെ ഒരു തമാശ അടിക്കാൻ അന്ന് തോന്നി എന്നുള്ളത്. അപ്പോൾ ആ സാമൂഹികമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രമാത്രം അതിനെ അതിജീവിക്കാനായി ശ്രമിച്ചുവെങ്കിലും പ്രാവർത്തികമായി എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ മറികടക്കാൻ ശ്രമിച്ചുവെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ആ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു അംശം, ഒരു ലാഞ്ചന എവിടെയോ ഒരു പക്ഷേ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെ ഓരോ ദിവസവും നമ്മൾ എങ്ങനെയാണ് മറികടക്കുവാനായി അനിയന്ത്രിതമായി ശ്രമിക്കുന്നത് എന്നുള്ളതിലാണ് യഥാർത്ഥത്തിൽ നമ്മളതിൽ വിജയിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഏതൊരു കുടുംബമായാലും. ഒരുപക്ഷെ ശബരിനാഥൻ പോലും മനസാ വാച കർമ്മണ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ച് കാണത്തില്ല. ആ സമയത്ത് തോന്നിയ ഒരു തമാശയാകണം. പക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ അതിന്റെ അർത്ഥതലം മാറുന്നത് എങ്ങനെയെന്ന് കൃത്യമായി ഈ പ്രസംഗം ബോധ്യപ്പെടുത്തുകയാണ്. ഇത് ഇരുവരെയും പഴിചാരലല്ല, 2 ചിന്താഗതികൾ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഈ ഒരു സംഭവം. ഇത് സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കൂടുതൽ ജാഗരൂകരാകണമെന്നുള്ള സന്ദേശം നൽകുന്നുണ്ട്. അത് ഭർത്താവായാലും ശരി, വ്യക്തിയായാലും ശരി, സുഹൃത്തായാലും ശരി. ചിലപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായി ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ നമ്മൾ പറയുന്ന തമാശ പോലും ഏത് രീതിയിൽ സ്വീകരിക്കപ്പെടാമെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഈ പ്രസംഗം പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ശബരിനാഥന് ട്രോളോട് ട്രോളാണ്. ഒന്നും അറിയാതെ ഒരു ചായക്കടിച്ച കമന്റ് അത് എവിടെ പോയി നിൽക്കണമെന്ന് നോക്കണേ.